ഫ്രണ്ട്സ്, അവിനാഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവല്ല പുഷ്പമേളയുടെ ഉദ്ഘാടന ചടങ്ങുമായിട്ട് അനുബന്ധിച്ചാണ് നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി VN വാസവനാണ് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് പുഷ്പമേളയുടെ. അപ്പം ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്കുക. പിന്നെ വീഡിയോ ആരും കാണാൻ മറക്കരുത്. ആരംഭിക്കുകയാണ്. ഈ യോഗത്തെ നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ PA യേശുദാസ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നേഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസിനെ ക്ഷണിക്കുന്നു. പുഷ്പമേളയുടെ ഉദ്ഘാടനം എന്ന നിർവഹിക്കുന്നതിലൂടെ കടന്നുവന്നിരിക്കുന്ന കേരളത്തിന്റെ ആരാധനായ സഹകരണ വകുപ്പ് മന്ത്രി ഇത്രയും ബഹുമാന്യനായ VN വാസവൻ അവർ, ഈ യോഗത്തിന്റെ ഇത്രയും ബഹുമാന്യനായ അധ്യക്ഷൻ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ EA ഇലിയാസ് അവർ, ഇത്രയും ബഹുമാന്യമാതിരിയും മുൻ മന്ത്രിയും തിരുവല്ലയുടെ MLA-യുമായ ഇത്രയും ബഹുമാനായ അഡ്വക്കേറ്റ് മാത്യു തോമസ്, മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികൾ, ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, ചാപ്റ്റർ പ്രസിഡന്റുമാര്, പുഷ്പമേള കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, ഈ സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി 1991 തിരുവല്ലയിൽ ആരംഭിക്കുകയും കാർഷിക രംഗത്തും അതുപോലെ തന്നെ ഗാർഡൻ രംഗത്തും ഒക്കെ വലിയ ഇടപെടലുകൾ നടത്തി തിരുവല്ലയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ വിവിധ മതങ്ങളുടെ വിവിധ രംഗങ്ങളിൽ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സൗഹാർദ്ദപരമായ കൂട്ടായ്മയും അതുപോലെ തന്നെ തിരുവല്ലയിലെ വിവിധ രംഗങ്ങളിലുള്ളവരെ പലതരമായ പിരിമുറുക്കങ്ങളിൽ നിൽക്കുന്നവർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന്റെ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സംഘടന തിരുവല്ലയിൽ സ്ഥാപിതമായത്. വളരെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ നിലയിൽ ഞാൻ പറഞ്ഞു, തിരുവല്ലയിലെ സാമൂഹ്യ രംഗത്തുള്ള മുഴുവൻ പേരെയും കോർത്ത് നീക്കിക്കൊണ്ട് ഒരു വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി മറ്റ് സംഘടനകൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അതുപോലെ കാർഷിക രംഗത്ത് സെമിനാറുകൾ നടത്തുന്ന രംഗത്ത്, അതുപോലെ തന്നെ ഗാർഡനുകൾ പ്രിപ്പയർ ചെയ്യുന്ന രംഗത്ത്, അതുപോലെ തന്നെ വിവിധ കാർഷിക രംഗത്തെ നൂതന അറിവുകൾ മറ്റ് ട്രെയിനിങ്ങുകളിലൂടെ നൽകുന്ന രംഗത്തൊക്കെ വളരെ മാതൃകാപരമായി ഈ പുഷ്പമേള കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതിന്റെ പ്രവർത്തനം. കാർഷിക രംഗത്ത് കാര്യമായ ഇടപെടലുകൾ ഈ സംഘടന നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ ഈ പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്രാവശ്യം ആരംഭിച്ചിരിക്കുന്ന പുഷ്പമേള എന്ന് പറയുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പുഷ്പമേളയിൽ തികച്ചും വ്യത്യസ്തമായി കാർഷിക രംഗത്തെ വളരെ നൂതനമായ
ലഭ്യമാകത്തക്ക നിലയിൽ വിവിധ ഇനം പുഷ്പങ്ങൾ ക്രമീകരിക്കുന്ന രംഗത്തും കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന രംഗത്തും അതിന്റെ ചെടികൾ ലഭ്യമാകുന്ന രംഗത്തും ഒക്കെ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഈ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്ലാന്റ്സ് മുഴുവൻ ലഭ്യമാകുന്ന രംഗത്ത് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടഡ് ഫ്ലവർ ഈ പുഷ്പമേള എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഓർപ്പിക്കാൻ കാര്യം മറ്റ് പ്രവർത്തന രംഗങ്ങളൊക്കെ ഒരു പുഷ്പമേള ഔപചാരികതയുടെ പേരിന് അടുത്തായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ള എത്രയും ബഹുമാന്യനായ തിരുവല്ലയുടെ എംഎൽഎയും മുൻ മന്ത്രിയും കൂടിയായ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അവരെയാണ്. ഞങ്ങളുടെ ചെറുതും വലുതുമായ ഈ പുഷ്പമേളയുമായി ബന്ധപ്പെട്ട് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഏത് ആവശ്യം എപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സൊസൈറ്റിയുടെ ഒരു അംഗം എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയെടുത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശവും സഹായ സഹകരണങ്ങളും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് എത്രയും ബഹുമാനായ തിരുവല്ലയുടെ എംഎൽഎയും മുൻ മന്ത്രിയും കൂടിയായ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അവരെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നലെ വൈകിട്ട് വിളിക്കുമ്പോൾ തിരുവനന്തപുരത്താണ് എന്നോട് പറഞ്ഞു എനിക്ക് ചില ബുദ്ധിമുട്ട് ഓടിയെത്താറുണ്ട് എങ്കിൽ പോലും 5:30 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും എന്ന് അറിയിക്കുകയും ഈ സമയത്ത് തന്നെ ഇതിന്റെ പ്രോഗ്രാമിന് വേണ്ടി ഓടിയെത്തിയ ഈ സൊസൈറ്റിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകുകയും സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി ആശംസിക്കുന്നു അവരുകൾ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അവരുകൾ, നമ്മുടെ എംഎൽഎ പ്രിയപ്പെട്ട മാത്യു ടി തോമസ്, ശ്രീമതി അനു ജോർജ്, ശ്രീ ജിജി വട്ടശ്ശേരി, ശ്രീ ജോസഫ് മുമ്പശ്ശേരി, ശ്രീ ടി കെ വിനോദ്, ശ്രീ മാത്യൂസ് ചാലക്കുടി, പ്രൊഫസർ സജി ചാക്കോ, ശ്രീ ഡോക്ടർ തോമസ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, തിരുവല്ലയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ടാണ് പുഷ്പമേള സമാരംഭിക്കുന്നത്. മനോഹരമായ പുഷ്പങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഏതൊരു വ്യക്തിയെയും അത് ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ അതിൽ കൂടി വരുന്ന ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉദാത്തമായ രൂപം സാക്ഷീകരിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് അത് എത്തിച്ചേരും. പുഷ്പങ്ങളെ സ്നേഹിക്കാത്തവരാരും നമ്മുടെ സമൂഹത്തിലുണ്ടാവില്ല. അത്ര കണ്ട് നിർമ്മലമായ ഉള്ളടക്കമാണ് പുഷ്പമേളയ്ക്കുള്ളത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള നമ്മൾ നാളെ വരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ എത്രയോ വൈവിധ്യങ്ങളായിട്ടുള്ള പുഷ്പങ്ങൾ ഈ മേളയിൽ കൊണ്ടുവരാനും അത് സമൂഹത്തിന് പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ ആസ്വദിക്കാനും ആപാലവൃത്തം ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് ഒരു പുഷ്പമേളയിലുള്ളത്. അത് മനോഹരമായി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. തുടർന്നും അവരത് പോകാൻ കഴിയട്ടെ. ഇതുവഴി ഒരു കാർഷിക സംസ്കാരവും വളരുകയാണ്. ഒരു കാർഷിക സംസ്കാരം ഒരു നാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക ബോധ്യത്തിൻ്റെ ഉള്ളടക്കമാണ്. നമുക്ക് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ കാർഷിക മേഖലയുടെ തനത് നിലവാരവും അതിൽ ഉയരുന്ന സംസ്കാരവും നമുക്ക് അന്യം നിൽക്കുന്ന രൂപത്തിലേക്ക് വരുന്ന ചില മേഖലകളിൽ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതിലും മാറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ്. എല്ലായ്പ്പോഴും എങ്ങനെയാണ് ഒരു കൃഷിക്കാരനെ കാണാൻ, ആ കൃഷിക്കാരനെ കുറിച്ച് മനോഹരമായി നമ്മൾ വള്ളത്തോട് എഴുതിയിട്ടുള്ള കർഷകൻ എന്നൊരു കവിതയുടെ സുപ്രധാനമായ ഭാഗത്തിന് ബോധിപ്പിക്കുകയാണ്. സ്നേഹിത കർഷക വിദ്യാപരിഷ്കാരൻ മോഹിതക്കന്നൊരു മോശക്കാരൻ എന്നാൽ ഭവാനോട് നിശബ്ദ എണ്ണത്തിൽ നിന്നാണ് ഈ യന്ത്രത്തിൻ ഘോഷമെല്ലാം തീരാനിത്തു ഉയർത്തിട്ടു വീഴയിൽ ഉയർക്കലുണ്ടോ വീഴീഴുന്നു. ഇത് മനോഹരമായി കർഷകൻ കവിതയിൽ വള്ളത്തോട് എഴുതിയിരിക്കുന്ന രീതികളാണ്. കർഷകന്റെ